ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചായ റെഡിയാക്കി എടുക്കാം. സ്ട്രോങ് ചായയൊക്കെ ഇഷ്ടമാവുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ചായയാണിത്. നല്ല മസാല ചായയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് ചെറുപയർ ബജിയാണ്. അത് ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മസാല ചായക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ഒരു കുരുമുളകിൻ്റെ മണിയാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ചതച്ചെടുക്കുന്ന ഈ ഒരു കല്ലിലേക്ക് ആദ്യം പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയുടെ പീസും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചായ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഗ്രാമ്പൂവിൻ്റെ എരിവ് മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് തിളച്ചുകൊണ്ടേയിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അത് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കൂടെ തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ണൻ ദേവന് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ റെഡിയാക്കി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചായപ്പൊടി കേട്ടോ, അതാണ് വേണ്ടത്. അപ്പോൾ നല്ലതായിട്ട് കുറച്ച് സമയം ആ ഒരു ചായപ്പൊടി തിളച്ച് ആ ഒരു ചായപ്പൊടിയുടെ സത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങി നല്ല സ്ട്രോങ് ചായ ആയതിന് ശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ ഈ പാലും കൂടെ ചേർന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി വരുന്ന വിധത്തിൽ നല്ല സ്ട്രോങ് ചായ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ചായപ്പൊടി ഇടുന്നതിന് മുമ്പും ഇതുപോലെ നമ്മൾ വെള്ളം 2 മിനിറ്റ് തിളപ്പിക്കണം. എങ്കിലേ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഫുള്ള് സത്ത് അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. ചായ നല്ല സ്ട്രോങ് ചായ റെഡിയാക്കിയതിന് ശേഷം മാത്രം പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നല്ല കടുപ്പമുള്ള നല്ല അടിപൊളി ചായ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദാ ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ദിവസം ഉണ്ടാക്കി കുടിക്കരുത് കേട്ടോ. വല്ലപ്പോഴൊക്കെ നമുക്ക് ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറായിരിക്കും. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കളറായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചായയുടെ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ചായ നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കണം. അതായത് നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് പതപ്പിച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ 2 തവണ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റി പതപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ആ ചായയുടെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴും ഒന്ന് കുറച്ച് വിട്ട് പിടിച്ച് ആറ്റി തന്നെ നല്ലതായിട്ട് അടിച്ചെടുക്കുക എന്ന് പറയും ചായ. അങ്ങനെ ഒഴിച്ചെടുക്കുക. അതാണ് ചായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചായയുടെ വെറൈറ്റി ഒക്കെ ഇഷ്ടമാവുന്നവർക്കും അതുപോലെ തന്നെ ക്ഷീണമായിട്ടിരിക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ചായയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.